ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ വലിയ കഴുത്തുള്ളത് വേണം, അല്ലെങ്കിൽ തല വലുത്. അങ്ങനെ എന്തിനാണ്? അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കറങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ അച്ഛനെ കൊണ്ടൊന്ന് ആക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നതാണ് ഈ കറങ്ങുന്നത് കേട്ടോ. എപ്പോഴെപ്പോഴും പുറത്തേക്ക് പോകണം അവനിപ്പം. എവിടെയാണ് പോകുന്നത്? അച്ഛൻ ഇറങ്ങിയിട്ടില്ല പോകണ്ട ഇപ്പം. ഇപ്പോൾ പോകണ്ട. കുറ്റിയൊക്കെ ഓരോ ചേടുത്ത് എന്തൊക്കെ കാണിക്കുന്നത്. ഓ, തെന്നി വീണ് പോന്നു, സ്ലിപ്പായി പോന്ന് ടൈൽസിൽ. അയ്യോ, തുണിയൊക്കെ വിരിക്കാൻ പോകണം. ഒരു കുന്ന് തുണിയുണ്ട് നമുക്ക് വേണ്ടി. ഷീറ്റൊക്കെ മാറ്റിയിട്ടിരിക്കണം, ഷീറ്റൊക്കെ കഴുകണം. കണ്ടില്ലേ? ഓ ശരി ശരി ശരി, കറങ്ങണ്ട. ശരി നമുക്ക് പോവാം മുകളിൽ. ദേ തുണികളൊക്കെ. എന്താണിത്? അവിടെയല്ല, അച്ഛൻ പോയിട്ട് പോവാം മുകളിൽ. വാ, ഇവിടെ വാ. കിതക്കുന്നത് എന്തിനാണ്? എല്ലാത്തിനും ധൃതിയാണ്. പോവാന്ന് പറഞ്ഞില്ലേ? കണ്ടില്ലേ? കാലുവിനെ നോക്കുന്നതാ. അല്ല, അവിടെ ആരോ ഉണ്ട്. ശരി, കുണുങ്ങിയാണ് പോക്കണ്ടില്ലേ? ഓ എന്താ എക്സൈറ്റ്മെൻറ്റ്. കഴിഞ്ഞോ? ഇവിടെ വാ പൊന്നു. കാലു വന്നാ? കാളുവിനോട് കുശലാന്വേഷണം. ഈ കാളുവിനെ ഭയങ്കര പാവം ആണ് കേട്ടോ ഈ പപ്പിക്ക്. അവനെപ്പോഴും അസുഖങ്ങളാണ്. ഇതിനെപ്പോഴും അസുഖമാണ്. ഇവനെപ്പോഴും നമ്മുടെ അവിടെ തന്നെയാണ്, നമ്മുടെ മതിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ട് എന്നെ എപ്പോഴും മൂക്കിന്ന് ചോര വരലും. അവനല്ല കേട്ടോ, അവളാണ് പാവം കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വന്ധ്യീകരണ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് പ്രസവിക്കാതിരിക്കാൻ, കാരണം അവന് ആരോഗ്യമില്ല, എപ്പോഴെപ്പോഴും രോഗം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടറെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് പപ്പീസിനെയൊക്കെ ഇഞ്ചക്ഷനും രോഗങ്ങളൊക്കെ വന്നാൽ പൈസ ഇല്ലാതൊക്കെ നോക്കും കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൊണ്ടുപോയി. ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡോക്ടറിൻ്റെ ക്ലിനിക്കും വീടും ഒക്കെ. അപ്പോൾ സ്ട്രീറ്റ് പപ്പീസിനൊക്കെ എന്തെങ്കിലും വന്നാൽ ഡോക്ടർ നോക്കും കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. നല്ലൊരു ഡോക്ടറാണ്. അവൾ കരയിന് തണുത്തിട്ട്. നിൻ്റെ ഉടുപ്പെന്തേ? ജമാകാപ്പട പൊടീനി. ഇവിടത്തുള്ള ആൾക്കാർ ഇതിനൊക്കെ ഉടുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ കണ്ട് ഊരിയും തോന്നുന്നു അവർ കഴുകാൻ. കലു, ബിസ്ക്കറ്റ് കഴിക്കണ? കയറുന്നുണ്ട്. എന്ത് പറ്റിയെന്നാവും? കാലുവിനെ കണ്ടിട്ട് കയറണം. തരാട്ടെ മമ്മ, നിനക്ക് കുടുക്കി പോണം. വീഡിയോയുടെ കൂട്ടത്തിൽ ചിലവർ പറഞ്ഞല്ലോ കുക്കിംഗ് വീഡിയോ ഒന്ന് കാണിക്കണേ ചേച്ചിന്ന്. അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കറുത്ത കത്തിരിക്ക. വലിയ കത്തിരിക്കയാണ് ഞാൻ പകുതി എടുത്തോളേ. അതുപോലെ പച്ച കത്തിരിക്ക, അതും വലുതായിട്ട് ഞാൻ പകുതി എടുത്തോളൂ. എല്ലാം മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിൽ കഴുകി ഞാൻ തുടച്ചിട്ട് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ ഇത് അമരക്ക, ഒരു ക്യാരറ്റ്, ബീൻസ്, വേണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പച്ചക്കറി ഇടാം കേട്ടോ. മത്തങ്ങ ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ പിഞ്ച് മത്തങ്ങയുണ്ട്. നമ്മുടെ ഈ മത്തങ്ങ പിഞ്ചായിട്ട് വരൂലേ, അത് ഇവിടെ മുറിച്ച് എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അത് തൊലി പകുതി, ഇവിടെയുള്ളവർ തൊലിയൊന്നും എടുക്കാറില്ല, കഴുകിയിട്ട് അങ്ങനെ. പക്ഷേ ഞാൻ പകുതി തൊലി അങ്ങോട്ട് മാറ്റി ഇത് കണ്ടോ, പിഞ്ച് മത്തങ്ങയുടെ ഇതാണ് കേട്ടോ. ഇത് കണ്ടോ. ഇവിടെയുള്ളവർ മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും ഒന്നും തൊലി എടുക്കാറില്ല കേട്ടോ. പിഞ്ച് മത്തങ്ങയുടെ, മൂത്തതല്ല, പിഞ്ച്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് തൊലി വെച്ചു. അതൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് പിന്നെ നമ്മുടെ മത്തങ്ങ പകുതി. അപ്പോൾ ഈ പിഞ്ച് മത്തങ്ങ ഉള്ളതുകൊണ്ട് ഇതന്നെ. പിന്നെ ഇത് ഒരു ചീര, അതായത് പോയിഷാകെന്ന് പറയും കേട്ടോ. ഇതൊരു ചീരയാണ്, ചീരയുടെ തണ്ടാണ്. അതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കും, ബ്ലാന്ന് കറങ്ങിയിരിക്കും ഇല. അപ്പോൾ ഇത് ഈ സബ്ജിയുടെ കൂട്ടത്തിലിടുന്ന് വളരെ. അപ്പോൾ ഇത് തണ്ടാണ്, ഇത് വലിയ തണ്ടാണ്. ഞാനത് കഴുകി മുറിച്ച് വച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ. ഇത് നമ്മുടെ ഡാട്ട പോലെ ഇടും, അതങ്ങ് വെന്തോളും, അതിൻ്റെ കൂടെ ഇരുന്ന് വെന്തോളും കേട്ടോ. ഇത് കണ്ടോ. ഇത് ആ പോയിഷാകെന്നാണ് പറയുന്നത് ഇവിടെ. അതായത് പോയിഷാകെന്ന് പറയുന്ന ഒരു ചീരയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കും, വലിയ ഇലയായിരിക്കും കേട്ടോ. ഭയങ്കര വലിയ ഇലയാണ്. ഞാനത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഇത്തിരിയേ ഉള്ളൂ ആ ഇലയിൽ. ഞാൻ ഇന്നലെ ഇന്ന് ചീരയൊക്കെ മുറിച്ച് എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 തരം ചീരയുണ്ട് കേട്ടോ. അതായത് ഈ പോയിഷാകെന്ന് പറയുന്നതിൻ്റെ ചീരയുണ്ട്, നമ്മുടെ സ്പീനാച്ചിയുണ്ട്. ഇത് കണ്ടോ, സ്പീനാച്ചിയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പം ഞാനിത് ചീരക്കറിയും വെക്കും, കുറച്ച് ഈ പച്ചക്കറിയിലും ഇടും കേട്ടോ. അതാണ്. അപ്പോൾ അത് 2 ഇല ഞാൻ മാറ്റി വെക്കണമായിരുന്നു നിങ്ങൾക്ക് ഇല കാണിച്ചു തരാൻ വേണ്ടി, പക്ഷേ ഞാൻ മാറ്റി വെച്ചില്ല. അപ്പോൾ ഇതാണ്
കണ്ടോ, പോഷാവ് എന്ന് പറയുന്ന ഇത് സ്പീനാച്ചി പോഷാവ് എന്ന് പറയുന്ന ചീരയാണ് കേട്ടോ. പിന്നെ നല്ല ചീരയാണ്, വയറ്റിൽ നിന്നൊക്കെ പോകാനൊക്കെ നല്ലതാണ്. അതിൻ്റെ ഞാൻ ചീര ഒരെണ്ണം മാറ്റി വെച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ, പക്ഷേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനത്തെ ആയിരിക്കും, ഇങ്ങനത്തെ ഭയങ്കര വലുതായിരിക്കും കേട്ടോ. ഇതൊരു ഇത്തിരി കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഈ പോഷാക് എന്ന് പറയുന്ന ആ ചീരയുടെ ഒരു വിത്താണ്. വിത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇത് കറിയിലിടും, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുണ്ട്, ഈ ഇലയാണ്. ഈ ഇല ഇത് ചെറിയ ഇലയാണ്, ഇത് ഭയങ്കര വലിയ ഇലയാവും, നമ്മൾ മത്തങ്ങയുടെ ഇല പോലെ വലുതാവും കേട്ടോ. അതാണ് പോഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തണ്ടാണ് ഞാൻ കാണിച്ചു തന്നില്ലേ കണ്ടോ. ഇത് വലുതായിരിക്കും, ഞാൻ മുറിച്ചിട്ടതാണ്. വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് അലിഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇത് രസമാണ്. ഈ കറി നമ്മൾ സബ്ജിയിൽ ഈ വെജിറ്റബിൾ കൂട്ടത്തിൽ ഇത് മൊത്തം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെയാണ് ഈ തണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഇട്ടൊരു കറി, ഇന്ന് ഒരു ബംഗാളി കറി വെക്കും, പിന്നെ ചീരക്കറി വെക്കും. പിന്നെ ഞാൻ കാണിച്ചു തരാം, ഇത് നമ്മുടെ റാഗിയുടെ സേമിയാണ്. അപ്പം ഞാനിന്ന് റാഗിയുടെ സേമിയ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു പാക്കറ്റ് ചെയ്താൽ. അതൊന്ന് വറുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അവർക്കൊക്കെ ബ്രെഡും ഒക്കെ കൊടുത്തു കേട്ടോ, പെട്ടെന്ന് പോകുന്ന കാരണം അതൊക്കെ കൊടുത്തു. ഇതിപ്പോൾ എനിക്ക് മോക്കും ദീപക്കിനെയാണ്. അപ്പോൾ ദീപക്ക് ഇന്ന് വന്നു കേട്ടോ. ദീപക്കിന് ഭയങ്കര പനിയും ആൻറ്റിബയോട്ടിക് കഴിച്ച് ആകെ ക്ഷീണിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഇത് പാത്രത്തിൽ ഇട്ടിട്ട് അത് കാണിച്ചു തരാമേ. ഒരു വീതി വിസ്താരമുള്ള പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ കുടുവൻ പാത്രത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. ഇതാണ് ആ പോഷ എന്ന് പറഞ്ഞാൽ ചീരയുടെ. ഇത് വലിയ തണ്ടാണ്, ഞാനിത് 2-3 ആയിട്ടൊക്കെ മുറിച്ചിട്ടേക്കണാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ബോഡിയൊക്കെ ഇട്ട് ഞാൻ അന്ന് കാണിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉഴുന്ന് ഉണക്കി പൊടിച്ച ബോഡിയൊക്കെ ഇട്ട് ഒന്ന് വറുത്ത് പൊടിച്ചൊക്കെ ഇതിലേക്ക് ഇട്ട് ഇത്രയും സബ്ജി. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇടും, ഒരു ടൊമാറ്റോ ഇടും. എന്നിട്ടൊരു ബംഗാളി കറിയാണ് കേട്ടോ. കുറച്ച് ചീര, ഇത് 2 ചീരയും കൂടെ കൂടിയതാണ്. അതായത് പൊളൻ ഷാഗും പോഷാകും കൂടെ കൂടിയത്. അത് സ്പീനാച്ചി പോഷാക് എന്ന് പറയുന്ന ഇതും കൂടെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കണം. ഇത് ചീരക്കറി ഞാൻ വെക്കും, തേങ്ങയൊന്നും ഇടില്ല കേട്ടോ. ബംഗാളി കറി പോലെ ചീരക്കറിയും വെക്കും ഞാൻ വെറുതെ. ഈ പച്ചക്കറിയിൽ ഞാൻ കുറച്ച് ഇടുകയും ചെയ്യും. എന്നിട്ട് ബോഡിയൊക്കെ ഇതൊക്കെ വെന്തലിഞ്ഞോളും കേട്ടോ. വെന്തലിയുമ്പോൾ ഇതൊന്നും, പക്ഷേ ഇതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. വച്ചിട്ട് ഒരു ചച്ചടി പോലെ വെക്കും, നല്ല ടേസ്റ്റാണ്. ഇത്തിരി ജീര പൗഡറും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വേറെ ഒന്നും വെക്കില്ല. ഇച്ചിരി ബോഡി ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. വയറ്റിൽ നിന്ന് പോകാത്തവർക്കൊക്കെ പോകാൻ നല്ലതാണ്. ഇതൊന്ന് ഞാൻ ചൂടാക്കുന്ന കേട്ടോ. ഒന്ന് ചൂടാക്കി, നമ്മൾ സേമിയം ചൂടാക്കൂലേ എന്നുപോലെ ചൂടാക്കി ഒന്ന് വച്ചിട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു. അങ്ങനെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ സാധാരണ ഇട്ട് തേങ്ങ ഇടണം കേട്ടോ. തേങ്ങ ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് റാഗി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പച്ചക്കറി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിയണം കേട്ടോ. അപ്പോൾ ഈ ഇന്നലത്തെ കൂർക്കയൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ. പിന്നെ എല്ലാവരും വൈകുന്നേരം നാളെയൊക്കെ കഴിക്കുള്ളൂ. റൊട്ടിയുടെ കൂടെ ഇവർ ഈ സബ്ജി മാത്രമേ കഴിക്കുള്ളൂ, ഇതൊന്നും കഴിക്കില്ല കേട്ടോ. പാവക്ക ഇവിടെ കിട്ടുന്നത് ഇതുപോലത്തെ പാവക്കയാണ്, ചെറിയ പാവക്കയാണ് കേട്ടോ. ഭയങ്കര കയ്പ്പാണ്. അപ്പം ഞാൻ 2 വട്ടം കഴുകി 3ാമത്തെ വട്ടം മഞ്ഞപ്പൊടിയിൽ വെച്ചേക്കുന്ന പാവക്ക. വെള്ളത്തിൽ ഇടാൻ പാടില്ല, കയ്പ്പാണെന്നൊക്കെ കയ്പ്പ് കൂടുമെന്ന് പറയും. പക്ഷെ അത് അരിഞ്ഞിട്ട് ഇടുമ്പോഴാണ് കയ്പ്പ് കൂടുന്നത്. ഇതിപ്പോൾ നമ്മൾ റോഡിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് ആ മഞ്ഞപ്പൊടിയിൽ കഴുകിയില്ലെങ്കിൽ ഉറക്കം വരില്ല കേട്ടോ. അതാണ്, ആ കഴിച്ചാൽ അങ്ങോട്ടത്തെ ഒരു തൃപ്തി വരില്ല. അതുകൊണ്ട് എല്ലാ വെജിറ്റബിളും ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കഴുകിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. അതുകൂടാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടും ഞാൻ 2-3 വട്ടം കഴുകിയിട്ട് മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ ഭക്ഷണം വെക്കുള്ളൂ കേട്ടോ. അതെനിക്ക് നമ്മൾ മാർക്കറ്റിൽ പോയി കാണുന്നുള്ളതുകൊണ്ടേ അതങ്ങനെ കഴിക്കാൻ എനിക്കെന്തോ തൃപ്തി വരില്ല കേട്ടോ. അതാണ്. അപ്പോൾ ഇത് കഴുകി 2-3 വെള്ളത്തിൽ കഴുകി ഞാൻ ഈ മഞ്ഞപ്പൊടിയിലെ വെള്ളത്തിൽ ഇട്ടേക്കണം. ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഈ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ഇതും മെഴുക്ക് വരട്ടും കേട്ടോ. ഒന്നും ഇടില്ല. ഭയങ്കര കയ്പ്പാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റാഗി ഉപ്പുമാവായി ഫ്രണ്ട്സ് കണ്ടോ. നല്ലതാണ് കേട്ടോ. ഷുഗർ പേഷ്യൻറ്റിനും ക്രിയേറ്റിൻ ഉള്ളവർക്കും സകല രോഗങ്ങൾക്കും റാഗി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹെൽത്തിന് കൊച്ചു പിള്ളേർക്ക് വരെ നമ്മൾ പുല്ല് കൊടുക്കുന്നതല്ലേ, പുല്ലിൻ്റെ അല്ലേ റാഗി. അപ്പോൾ ഇത് കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, എനിക്കും ദീപക്കിനും മോക്കും മാത്രം കേട്ടോ, വേറെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല.
എൻ്റെ ഹസ്ബൻഡ് രാത്രി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കേട്ടോ, പകൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കത്തില്ല. രാത്രി ഞങ്ങൾ ചില സമയം മക്കൾക്ക് റൊട്ടിയും ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇത്തിരി കൂടുതലിട്ട്, ഇവിടുത്തെ തേങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് മഞ്ഞായതുകൊണ്ട്, മഞ്ഞും തണുപ്പുമായതുകൊണ്ട് നമ്മൾ തേങ്ങ അരക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ചൂടുവെള്ളം മിക്സിയിലിട്ടിട്ട്, മിക്സി തെറിക്കുകയും ചെയ്യരുത്, അത്ര ചൂടാക്കാതെ ഇളം ചൂടുവെള്ളമൊക്കെയാണ്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് തിരുമ്മി വെച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ തേങ്ങ കലക്കുന്നത്. ഞാൻ അന്ന് എണ്ണ കാണിച്ചു തന്നില്ലേ കട്ട പിടിച്ചിരിക്കുന്നത്, അതുപോലെ തേങ്ങ ഇപ്പം മിക്സിയിലിട്ട് അരക്കാൻ ഭയങ്കര പാടാണ്, തണുപ്പായിട്ട്. റാഗിയുടെ ഉപ്പുമാവായി കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ റാഗിയുടെ ഇതുപോലെ ബർമൻസിൽ കിട്ടുകയാണെങ്കിൽ മേടിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുക. സേമിയ പോലത്തെ നമ്മൾ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, ബർമൻസിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്, മേടിച്ചുണ്ടാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് പച്ചക്കറിയൊക്കെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചു. അതിന് വേണ്ടി ഒരു ടൊമാറ്റോ എടുത്തു. പിന്നെ ബോഡി ഞാൻ പറഞ്ഞില്ലേ, ഉഴുന്നിൻ്റെയും കിട്ടും, ചെറുവയറ്റിൻ്റെയും കിട്ടും. ഇത് ഉഴുന്ന് പരിപ്പിൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ കടുകെണ്ണയിൽ, നല്ല കടുകെണ്ണയിലാണ് വെക്കുന്നത് കേട്ടോ. തണുപ്പാകുമ്പോൾ നമ്മൾ കൂടുതൽ കടുകെണ്ണയിൽ വെക്കുള്ളൂ, ശരീരത്തിന് ഒരു ചൂട് കിട്ടും, നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കടുകെണ്ണയിൽ ഞാൻ അന്നും കാണിച്ചു തന്നു, വേറൊരു വീഡിയോയിൽ, നേരത്തെ വീഡിയോ കാണിച്ചത് വറുത്തെടുത്തിട്ട് പൊടി. അപ്പോൾ എല്ലാ പച്ചക്കറിയിലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി ബോഡി ഇടുമ്പോൾ എൻ്റെ മക്കൾക്ക് അതൊരു ടേസ്റ്റാണ് കേട്ടോ, അവർ കൂടുതൽ കഴിച്ചോളും. പിന്നെ ഇത് ഈ കത്തിരിക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ചെറിയ പിഞ്ച് മത്തങ്ങ ഇത് ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വിത്ത്, അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, വിത്തെന്ന് പറയുന്ന അതിൻ്റെ ബീജ്, അതിൻ്റെ ബീജ് പോഷകൻ്റെ ബീജ്, ഇതെല്ലാം കൂടെ ഇടും. ഇത് കടിച്ച് ആ ബോഡിയും കടിച്ച് ഇതും കടിക്കുമ്പോൾ ഈ സബ്ജിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് ചീര, ഇത് 2 ചീരയും കൂടെ കൂടിയാണ്. പിന്നെ ഒരു ചീരക്കറിയും വെക്കും, പാവയ്ക്ക മെഴുക്കുവരട്ടും. ഇന്നത്തെ കൂർക്കയൊക്കെ ഇരിപ്പുണ്ട്. ഇന്നത്തെ കറികൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് അടുപ്പത്തിട്ടിട്ട് പോയിട്ട് ഞാനൊന്ന് തുണി വിരിച്ചിട്ട് വരട്ടെ, ഒരു ട്രിപ്പ് വിരിച്ചിട്ട് വരട്ടെ, ഇല്ലേ ഉണങ്ങൂല കേട്ടോ. 2:30 മണിയാകുമ്പോൾ ഉണ്ടല്ലോ തണുപ്പ് പോയി, വെളിച്ചം പോയി, ചൂട് പോയിട്ട് പിന്നെ തണുത്ത കാറ്റും ഒക്കെ വരും. 3 മണിയാകുമ്പോഴേ അങ്ങോട്ട് സൂര്യൻ അസ്തമിച്ച് കളയും കേട്ടോ. മോളിൽ പോയി തുണിയൊക്കെ വിരിച്ചിട്ട് വന്നതാട്ടോ. ഇത് അവൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ മെനിങ്ങാന്ന് പെറ്റിയോടെ പോയപ്പോൾ മേടിച്ച ഡ്രസ്സാണ്. കുറേ ഡ്രസ്സായി അവനിപ്പോൾ. ഇപ്പം ഇനി മേടിക്കുന്നില്ല, കാരണം ഇനി 1.5 മാസം കൂടി ഉള്ളൂ തണുപ്പ്. അത് കഴിഞ്ഞാൽ തണുപ്പ് പോകും. പിന്നെ വേസ്റ്റാണ് മേടിച്ചിട്ട്. പിന്നെ ഇനി അടുത്ത വർഷം ഇടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര ചൂടായിരിക്കും ഹോളി കഴിക്കാൻ, ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. പൊന്നു ഇങ്ങോട്ട് നോക്കി, മോൻ്റെ നോട്ടം കാണണ്ടേ. പൊന്നു ഇങ്ങോട്ട് നോക്ക് പൊന്ന. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു പൊന്നു, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു പൊന്നു. ഹായ്. ഇപ്പുറത്തെ കൈ കേട്ടോ, അപ്പുറത്തെ കൈ. ഹായ് ഹായ്. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഒക്കെ ഈ കൈ കൊണ്ട് കൊടുത്തേ പൊന്നു, ഈ കൈ കൊണ്ട് കൊടുത്തേ പൊന്നു. കൈ കൊണ്ട് തന്നെ ഒരു ഹായ് പറഞ്ഞേ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ, കുനിഞ്ഞിരിക്കാതെ പറഞ്ഞേ തന്നെ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു പോയി പെട്ടെന്ന് ബായോ തായോ തരുന്നില്ല പൊന്നു. അപ്പോൾ അവനൊരു വഴക്കില്ല കേട്ടോ. എന്താണെന്ന് പറയുമ്പോൾ ഭക്ഷണം താമസിച്ച് പോയി, അടുപ്പത്ത് കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു വഴക്കിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇപ്പം തന്നെ തണുപ്പിച്ച് കൊടുക്കും, തണുപ്പല്ലേ, അപ്പോൾ അത് കാരണം പെട്ടെന്ന് തണുത്തോളും കേട്ടോ പ്ലേറ്റിൽ വെക്കുമ്പോൾ. പിന്നെ ഞാൻ ഷീറ്റൊക്കെ തലേണി കുറേയൊക്കെ മാറ്റി കേട്ടോ, ഷീറ്റ് വിരിച്ചില്ല, അത് പിന്നെ വിരിക്കാമെന്ന് വിചാരിച്ചു. ഇവന് ഇനി ഫുഡൊക്കെ കൊടുത്തിട്ടേ ടൈമുള്ളൂ. അപ്പോൾ കൊച്ചിങ്ങനെ ഇരിക്കണ ഒരു കച്ചു കൊടുത്തി ആ നിപ്പൊക്കെ കണ്ടു ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പതിവ് പോലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ മോൻ്റെ ഡ്രസ്സൊക്കെ കൊള്ളാമോ നോക്കണം. എല്ലാവരും ചോദിച്ചു കേട്ടോ അവൻ്റെ ഡ്രസ്സ്. ഞാനൊരു 5-6 എണ്ണം പെറ്റ് കടയിൽ നിന്ന് തന്നെ അവൻ്റെ ഡ്രസ്സ് മേടിച്ചു. ബാക്കിയുള്ളത് ഇവൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡ്രസ്സായിരുന്നു ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ വലിയ കഴുത്തുള്ളത് വേണം, അല്ലെങ്കിൽ തല വലുതല്ലേ കയറൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, ബാക്കി ഒരു 5-6 എണ്ണം ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നു. മെനിങ്ങാന്നും ചെന്നത് ഇതും ഒരു റെഡ് കളർ ഇട്ടില്ലേ, അതും മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കണ്ടോ, ഇതൊക്കെ അവൻ്റെ തന്നെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവന് കുറേയൊക്കെ കീറി അങ്ങ് കളഞ്ഞു ഞാൻ. കുറേയൊക്കെ പുറത്തെ പെറ്റിന് ഇടാൻ വേണ്ടി ഞാൻ കൊടുത്തു. കുറച്ച് പഴയതായതൊക്കെ
പുറത്ത് പെറ്റ് ഇടാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ കൊടുത്തു, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ എൻ്റെ ചാനൽ. അല്ലേ പൊന്ന, ഇങ്ങോട്ട് നോക്കിയ പൊന്ന, ഇങ്ങോട്ട് നോക്കിയ പൊന്ന. ഓ വലിയ പ്രൗഡാണ് അവന്. ഓ എന്തോ ഇരിപ്പോൻ്റെ. ചില സമയം ഹായ് ചോദിച്ചാൽ തരത്തില്ല, ചില സമയം അവൻ തോന്നുന്ന പോലെയൊക്കെ തരാം. കിടപ്പൊക്കെ കണ്ടോ കണ്ടോ കണ്ടോ, കിടപ്പൊക്കെ കാണാൻ നല്ല രസം. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ, അതിൻ്റെയൊക്കെ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് കാണണേ, കാണണം. മോന് ചോറ് തരാം, ഇപ്പം തരാം. ചിക്കൻ വേകുന്നുണ്ട്, തരാം മാമ, തരാം കേട്ടോ. ഇന്നൊന്ന് ലേറ്റായി പോയി ഫ്രണ്ട്സ്, അതാണ് കാര്യം കേട്ടോ. ഇന്ന് ലേറ്റായി പോയി. സപ്പോർട്ട് ചെയ്യണേ. അവിടെ ചെന്ന് നോക്കണം കേട്ടോ. ചേച്ചി പോകാൻ പോകുന്നു ഓഫീസിൽ, അപ്പോൾ അതാണ് ആ ചെന്ന് നോക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് മോൻ്റെ ചിക്കനും ചോറും വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മോന് പ്രത്യേകം കേട്ടോ. ഞങ്ങൾ ചോറ് വെക്കുമ്പം തന്നെ അവൻ്റെ ചോറും അങ്ങ് വേവിക്കും. ഞങ്ങൾ ഡെയിലി ചോറ് വെക്കുമ്പോൾ ആ ചോറിൽ നിന്ന് എടുക്കും, എന്നിട്ട് അവന് വേവിക്കും. അപ്പോൾ ചിക്കനും മോൻ്റെ ചോറുമായി. ഇനി തണുക്കാൻ വെച്ച് അവന് കൊടുക്കണം. അതാ ഒരു ദേഷ്യത്തിൽ നിന്നത് കേട്ടോ. പിന്നെ ചീരക്കറിയായി. ഇത് കണ്ടോ, നമ്മൾ തേങ്ങയൊന്നും ഇടൂല കേട്ടോ. അപ്പോൾ നല്ല പച്ചക്കന്നെ പോഷാകും പലൻഷാകും, അതായത് സ്പിനാച്ചിയും 2 ചീരയും കൂടെ ഇട്ടുള്ള ചീര. അപ്പോൾ ഒരുപാടുണ്ടായാലും പാവയ്ക്ക കരിച്ച് മുറിച്ചൊന്നും എടുക്കാതെ തന്നെ ഇച്ചിരി പച്ചപ്പായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കയ്പ്പൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. പിന്നെ നമ്മുടെ കറി ഇത് കണ്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഇഷ്ടപ്പെട്ട ചോറായി, ഫ്രിഡ്ജിലൊക്കെ ഇഷ്ടംപോലെ കറി. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നാളെ ചിലപ്പോഴേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അപ്പോൾ അതൊരു അറിയിപ്പും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്നുള്ളവരാണെങ്കിൽ ആ വീഡിയോ നോക്കിയിരിക്കില്ലേ. ചിലപ്പോൾ എനിക്ക് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് 9 മണിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ ഹസ്ബൻഡും കൂടെ പോവും. മോൾ ഇവിടെ അവധിയെടുത്തിരിക്കും. മോളും ഉണ്ടാവും ഇവനെ നോക്കാൻ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വേണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങിയിരുന്നാൽ 9 മണിക്ക് നമുക്ക് ഡോക്ടർ പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ രാവിലെ. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സന്ധ്യയാവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊന്നും ഇടാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനി അവിടെ കിടക്കണോ വേണ്ടിയോ എന്നൊന്നും ഡോക്ടർ പറയുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ഇവന് മോള് നോക്കിക്കോള്. അപ്പോൾ ഇവൻ്റെ ഫുഡൊക്കെ രാവിലെ കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഉച്ച ഒരു ഒക്കെ ആകുമ്പോൾ മോള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെഡിഗ്രിയൊക്കെ കൊടുത്തോളും. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു പക്ഷേ ഞാൻ വീഡിയോ ഇടത്തുള്ളൂ. അപ്പോൾ നാളെ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒരു ദിവസം വീഡിയോ കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മറക്കരുത്, എന്നെയും എൻ്റെ മോനെയും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം മറ്റന്നാൾ ഞാൻ വീഡിയോ ഇടും. ഒരു പക്ഷേ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊന്നും എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എന്നെയും മോനെയും മറക്കരുത്, അല്ലേ പൊന്ന. അപ്പോൾ ഇതും കൂടെ പറയാനാണ്. ഇല്ലെങ്കിൽ നാളെ എല്ലാവരും നോക്കിയിരിക്കും എൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ എനിക്ക് പറ്റത്തില്ല അത്. അപ്പോൾ കുറച്ച് ചക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ മോനെ മറക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരു ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറക്കാൻ നിൽക്കരുത്. വീഡിയോ ഇട്ടില്ലെങ്കിലും എനിക്ക് തന്നെ അത് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ, പക്ഷേ നാളെ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ മോനെ മറക്കരുത്. മറ്റന്നാൾ ഞാൻ നല്ലൊരു വീഡിയോ ഇടും ഞാൻ കേട്ടോ. അതുവരേക്കും മോന് ഹായ് പറഞ്ഞേ, ബായ് പറഞ്ഞേ. വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. പറ, എന്നെ മറക്കരുതേ. ഒരു ദിവസം കൊണ്ട് എന്നെ മറക്കരുതേ. എൻ്റെ മമ്മിയും എൻ്റെ ചാനലും മറക്കരുതേ. ചേച്ചി പോകുന്നു, അതാ കേട്ടോ പോകുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.